വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഡൽഹി തെരഞ്ഞെടുപ്പ് ഇന്നലെ കഴിഞ്ഞു. വോട്ടെടുപ്പാണ് കഴിഞ്ഞത്. ഇനി റിസൾട്ടിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഡൽഹിയിൽ നമ്മൾ. അപ്പോൾ റിസൾട്ട് ഇന്നും നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ 8-ാം തീയതിയാണ് റിസൾട്ട് വരുന്നത് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ പ്രതീക്ഷകൾ വാനോളമാണ് BJPക്ക്. ആം ആദ്മി പാർട്ടി അവരുടെ അധികാരം നിലനിർത്തും എന്നാണ് പറയുന്നത്. ഡൽഹിയിലുള്ള സകല മണ്ഡലങ്ങളിലും തങ്ങൾക്ക് വലിയ മേൽക്കൈയുണ്ട് എന്ന് ആം ആദ്മി പാർട്ടി അവകാശപ്പെടുന്നു. BJPക്ക് പക്ഷേ ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്, നിർണായകമാണ് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. കാരണം BJP ഇതുവരെ ഡൽഹി ഭരിച്ചിട്ടില്ല. ആ ഡൽഹി ഭരിക്കാനായിട്ട് BJPക്ക് ഈ നരേന്ദ്രമോദി തലസ്ഥാനത്ത്, അതായത് നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് നരേന്ദ്രമോദി അതിഭീകരമായി വിരാജിക്കുമ്പോൾ അല്ലാതെ പിന്നെ എപ്പോഴാണ് ഇനി ഡൽഹി പിടിക്കുക എന്നുള്ളൊരു ചോദ്യം വളരെ വലുതായിട്ട് ണ്ട്. എന്നിരുന്നാലും ഇപ്പോഴത്തെ ഡൽഹി തെരഞ്ഞെടുപ്പ് വളരെയധികം ക്രൂഷ്യലാണ്. കാരണം നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് BJP ഒരു സംസ്ഥാനത്ത് അധികാരം പിടിക്കാനായി എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് BJP വെയിറ്റ് ചെയ്യും എന്നുള്ളതാണ്. കേരളത്തിൽ അതിന്റെ കളമൊരുക്കുക എന്ന് പറഞ്ഞ പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരുടെയും പക്ഷം എന്ന് പറയുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് 2 തവണ CPM അധികാരത്തിൽ വന്നത്. ഇനി ഒരു തവണ കൂടെ CPM അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് അപ്രസക്തമാകുമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്തത് BJP ആയിരിക്കും പ്രതിപക്ഷമാകുക എന്ന് പറയുന്നു. അങ്ങനെ വലിയൊരു പ്രോസസ്സിലോട്ടാണ് കേരളം പോകുന്നത് എന്നാണ് സംസാരം. അപ്പോൾ സമാനമായ രീതിയിൽ ഡൽഹിയിൽ ഇപ്പോൾ 3-4 ടേമായി കഴിഞ്ഞു. അതായത് അരവിന്ദ് കെജ്രിവാൾ വന്നിട്ട് തന്നെ ഇപ്പോൾ 3ാമത്തെ വട്ടമാണ് അരവിന്ദ് കെജ്രിവാൾ വരുന്നത്. അതിനു മുമ്പ് ഡൽഹി ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ്, ഷീല ദീക്ഷിത് ആണ്. നരേന്ദ്രമോദി വന്നു കഴിഞ്ഞു. അപ്പം ഡൽഹി പിടിക്കേണ്ടത് BJPക്ക് ഒരു അനിവാര്യതയായി മാറിയിരിക്കുകയാണ്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കെജ്രിവാളിന്റെ നിലനിൽപ്പ് ഇപ്പോൾ ആപത്തിലാണ് എന്നുള്ളതാണ്. കാരണം കെജ്രിവാളിനെ ഏത് നിമിഷം വേണോ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാമെന്നുള്ളൊരു ഘട്ടത്തിലാണ് കെജ്രിവാൾ നിൽക്കുന്നത്. ഡൽഹിയിലെ ജനങ്ങൾക്ക് കെജ്രിവാളിനോടുള്ള ഒരു മതിപ്പ് പഴയതുപോലെ ഇല്ല എന്ന് പറയുന്നു. അപ്പൊ 2 ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും എനിക്കുള്ളത്. ആ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ BJP ജയിക്കുമോ ആം ആദ്മി ജയിക്കുമോ എന്നുള്ളതല്ല. BJP തോറ്റു കഴിഞ്ഞാൽ എന്തായിരിക്കും BJPയിൽ സംഭവിക്കാൻ പോകുന്നത്? കെജ്രിവാൾ എത്രത്തോളം നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്? കെജ്രിവാളിന്റെ പാർട്ടിയായിട്ടുള്ള AAPക്ക് അധികാരം നിലനിർത്താൻ സാധിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. 2 പേരും അധികാരം പിടിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ചോദ്യം. ധനുഷ, ഇതിനകത്ത് ഈ നമ്മുടെ ഈ ഡൽഹിയില് BJP ഇതിനു മുമ്പ് ഭരിച്ചിട്ടുണ്ട്. അതായത് അവർക്ക് ഇത്രയും വലിയ പവറൊന്നും ഇല്ലാതിരുന്ന സമയത്ത് അവർ ഭരിച്ചിട്ടുണ്ട്. സുഷമ സ്വരാജ് ഭരിച്ചിട്ടുണ്ട്, മദൻലാൽ ഖുറാനയുണ്ട്, ഡോക്ടർ ഹർഷവർദ്ധൻ ഉണ്ട്, സാഗർ സിംഗ് വർമ്മയുണ്ട്. എല്ലാം നല്ല തലപ്പൊക്കമുള്ള നല്ല നേതാക്കൾ തന്നെയായിരുന്നു. അതിൽ എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നിയത് ശ്രീമതി സുഷമ സ്വരാജിന്റെ ഒരു നല്ല കാലമായിരുന്നു. പക്ഷെ അന്ന് ഈ തെരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോഴത്തേനും സവോളയ്ക്ക് വില കൂടി, ഉള്ളിക്ക് വില കൂടി. ഉള്ളി ഒരു നിർണായക ഘടകമാണ് ഉത്തരേന്ത്യയിൽ. ഉള്ളിക്ക് വില കൂടി. ഇത് ഈ വില കൂടുന്ന എപ്പോഴാന്ന് വെച്ചാൽ ഈ ഉത്സവ സീസണാണ് വില കൂടുന്നത്, ദീപാവലി പോലെയുള്ള. അത് ശരിക്കും ഈ പൂഴ്ത്തിവെപ്പുകാരുണ്ട്, കരിഞ്ചന്തക്കാര്. അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ മാർക്കറ്റിൽ ഈ സാധനം പൂഴ്ത്തി വെക്കുമ്പോൾ സാധനം അവൈലബിൾ ആകത്തില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് വില കൂടും. അങ്ങനെ ഉള്ളി കരയിച്ചു സുഷമയെ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഇലക്ഷൻ റിസൾട്ട് മാധ്യമങ്ങളൊക്കെ നൽകിയിരുന്നത്. അപ്പൊ അതിനൊക്കെ ശേഷം BJPക്ക് അവിടെ ഏറ്റവും വലിയ കൗതുകം BJPയുടെ, അതായത് RSSന് മികച്ച സംഘടനാ പ്രവർത്തനമുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് ഡൽഹി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പൂർണ്ണമായ സംസ്ഥാനം അല്ലെങ്കിൽ കൂടി RSSന് വളരെ ശക്തമായ അടിത്തറയുണ്ട്, പ്രവർത്തനങ്ങൾ ഉണ്ട്. നമ്മുടെ കേരളത്തിലെ സന്നാഹങ്ങളാണ് കേട്ടോ RSS അവിടെ ഒരുക്കിയിരിക്കുന്നത്. കാരണം 25 ബാച്ചുകളായി തിരിച്ച് ഓരോ ആൾക്കാരുടെയും വീടുകൾ കയറി ഇറങ്ങി RSS പ്രചാരണം നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പോരാത്തതിന് BJPയെ മാറ്റി നിർത്തിയിട്ട് RSS ആണ് ഡൽഹിയുടെ തെരഞ്ഞെടുപ്പിന്റെ ബാറ്റൺ കയ്യിലെടുത്തിരിക്കുന്നത്, ഈ പ്രചരണത്തിന്റെ ബാറ്റൺ കയ്യിലെടുത്തിരിക്കുന്നത് പറയുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഹരിയാനയിൽ RSS നടത്തിയ പ്രവർത്തനമാണെന്ന വിലയിരുത്തലുണ്ട്. ഇതിനകത്ത് ഈ BJPയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ഉള്ളിൽ ഒതുക്കുന്ന ഒരു വലിയ വിഷമമാണ് ദില്ലി എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ 27 വർഷമായിട്ട് അവർ ഭരണത്തിന് പുറത്താണ്. അതായത് ആദ്യത്തെ 3 ടൈം ഷീലാ ദീക്ഷിത് കോൺഗ്രസ് ഭരിച്ചു, അതിനുശേഷം 3 ടൈം കേജ്രിവാളിലേക്ക് പോകുന്നു. അവർക്ക് മുമ്പോട്ട് അവരുടെ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടു. കാരണം അവരെ സംബന്ധിച്ച് അവർ പുറമേ പറയുന്നത് ഒരു ചെറിയ സംസ്ഥാനം 70 സീറ്റല്ലേ ഉള്ളൂ എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്കറിയാം 23 സീറ്റുള്ള പോണ്ടിച്ചേരി പിടിക്കാൻ അവർ എന്തുമാത്രം വെപ്പാളം കാണിച്ചു എന്നുള്ളത് നമ്മുടെ അടുത്ത് കിടക്കുന്നത്, കേരളത്തിന്റെ അടുത്ത് കിടക്കുന്നത്. അപ്പോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് അവരുടെ ഉള്ളിൽ ഒതുക്കുന്ന വിഷമാണ്. ഇതിനകത്ത് അവർ ജയിച്ചു കയറാത്തതിന്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ആ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ചില ആഭ്യന്തര പ്രശ്നങ്ങളും ഒപ്പം തന്നെ അവർക്ക് തലയെടുപ്പുള്ള ഒരു നേതാവ് ദില്ലിയിൽ ഇല്ലാത്തതുമാണ്. ഇവിടെ BJP കൂടുതൽ വിഷമിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് 2014 മോദി വലിയ പവറോട് കൂടി തന്നെ അധികാരത്തിൽ വരുന്നു. അതിനുശേഷം 2015 ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അവിടെ കേജ്രിവാള് എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് 70-ൽ 67 സീറ്റും നേടി.
3 സീറ്റാണ് ബി ജെ പിക്ക് കിട്ടിയത് 2015. 2019 വരുമ്പോഴത്തേനും മോഡിയുടെ പവർ കുറച്ചുകൂടി കൂടി. എനിക്ക് തോന്നുന്നു ബി ജെ പി 303 സീറ്റ് തനിച്ച്, അവരൊറ്റയ്ക്ക് 303 സീറ്റും അവരുടെ സഖ്യകക്ഷികളെല്ലാം കൂടെ ഏതാണ്ട് 375 സീറ്റും കൂടെ ഒരു അടാറ് വരവായിരുന്നു 2019 നരേന്ദ്രമോദി വന്നത്. പക്ഷെ 2020 BJP ഭരിച്ചിരുന്ന സമയത്ത് എത്ര സീറ്റ് ഉണ്ടായിരുന്നു ചേട്ടാ? അത് ഞാൻ ഓർക്കുന്നില്ല. നല്ല മെജോറിറ്റി എനിക്ക് അല്ലല്ല ഒറ്റയ്ക്ക് തന്നെയാണ് അവർ ഭരിച്ചത്. സുഷമ സ്വരാജ് എനിക്ക് 45 സീറ്റിൽ 45 സീറ്റിലാണ് അന്ന് ജയിച്ചത്, സുഷമ സ്വരാജിന്റെ ഭരണം വരുമ്പോൾ. അപ്പോ അന്ന് അവര് പറഞ്ഞിരുന്നത് ഹരിയാനക്കാരിയാണല്ലോ, ജാട്ട് വിഭാഗത്തിൽ വരുന്ന ഹരിയാനക്കാരിയാണ് സുഷമ സ്വരാജ്. അപ്പൊ ഹരിയാനയുടെ മരുമകൾ ദില്ലിക്ക് മകളെന്നോ അങ്ങനെ എന്തോ ഒരു മുദ്രാവാക്യമൊക്കെയാണ് അവരന്ന് ഉയർത്തിയിരുന്നത്. ഓർക്കുന്നില്ല, ഒരുപാട് വർഷം മുമ്പ്. അതിനുശേഷം അവിടെ വന്ന മുഖ്യമന്ത്രിമാരൊക്കെ അടിപൊളിയായിരുന്നു. ഈ ഗർജിക്കുന്ന സിംഹം എന്നൊക്കെയാണ് ഈ മദൻലാൽ ഖുറാനെ പറഞ്ഞത്. കാരണം അദ്ദേഹം ഒരു വല്ല റഫായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി, അതായത് കടുത്ത നടപടികളൊക്കെ എടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയ്ക്കും ഒക്കെ കുറെ ഡെവലപ്മെന്റ്സ് കൊണ്ടുവന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഡോക്ടർ ഹർഷവർദ്ധൻ. പിന്നീട് അദ്ദേഹം കേന്ദ്ര മന്ത്രിയൊക്കെ ആയിട്ടുള്ള ഡോക്ടർ ഹർഷവർദ്ധൻ. അങ്ങനെ ഒരുപാട് നല്ല ആളുകൾ വന്നതൊക്കെ നല്ല ആളുകളായിരുന്നു. പക്ഷെ അവർക്ക് നിൽക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു. അത് സുഷമ സ്വരാജ് ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ പൊളിറ്റിക്കലി ഗ്രൂപ്പും കാര്യങ്ങളുടെയും പ്രശ്നത്തിന്റെ പേരിലൊക്കെ പുറത്തു പോകേണ്ടി വന്നു, ഇത് ശിഥിലമാകേണ്ടി വന്നതുമാണ്. അപ്പോ ഈ ഡൽഹിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 2019 നരേന്ദ്രമോദി വരുന്നു, അതും ചെറിയ പവറോടല്ല ഫുൾ പവറിൽ വരുന്നു. ആ വരുന്ന സമയത്ത് 2020 ഇലക്ഷൻ നടക്കുമ്പോഴത്തേക്കും ബി ജെ പിക്ക് കിട്ടിയത് 8 സീറ്റാണ്, കേജ്രിവാളിന് കിട്ടിയത് 62 സീറ്റ്, 70 62 കിട്ടി, 5 സീറ്റ് അവർക്ക് കുറഞ്ഞുള്ളൂ. ബി ജെ പി 8 സീറ്റും കിട്ടി. അവിടെയാണ് ബി ജെ പിക്ക്, കാരണം അവർ കാശ്മീർ വരെ ഭരിച്ചിട്ടുണ്ട് ബി ജെ പി. അവർക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞ്, കേന്ദ്രത്തിൽ അധികാരം കിട്ടിക്കഴിഞ്ഞ് അവർ പി ഡി പിയുമായി ചേർന്ന് ജമ്മു കാശ്മീർ വരെ ഭരിച്ചിട്ടും നരേന്ദ്രമോദി, അമിത്ഷായും രാജ്നാഥ് സിംഗും ഒക്കെ ഇരിക്കുന്ന പാർലമെന്റ് മണ്ഡലം സ്ഥിതി ചെയ്യുന്ന ദില്ലിയിൽ അവർക്ക് നിലം തൊടാൻ പറ്റിയില്ല എന്നുള്ളത് അവരുടെ ഉള്ളിൽ അവർ സൂക്ഷിക്കുന്ന ഒരു വലിയ വിഷമം തന്നെയാണ്, എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോ വീണ്ടും തെരഞ്ഞെടുപ്പ് വരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. നരേന്ദ്രമോദിയുടെ പവർ അല്പം കുറഞ്ഞു, 245 സീറ്റിലേക്ക് ബി ജെ പി ഒതുങ്ങി. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് വീണ്ടും തെരഞ്ഞെടുപ്പ് വരുന്നത്. ഇവരെ സംബന്ധിച്ച് ഇതിനുള്ള പ്രവർത്തനങ്ങൾ ഇവർ നേരത്തെ തുടങ്ങി. പക്ഷെ ഇവരുടെ ഒരു ടേണിംഗ് പോയിന്റ് ആയി മാറിയത് കോൺഗ്രസ് ആണെന്ന് തന്നെ പറയാം. ഈ ബി ജെ പിക്ക് ഒരു ഉണർവ് നൽകിയതും അവരുടെ ഈ ഇപ്പോൾ ദില്ലി തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രചരണത്തിന്റെ ട്വിസ്റ്റ് ഉണ്ടാക്കിയതും കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ഒരു അഴിമതി ആരോപണം കൊണ്ടിരുന്നു ദില്ലിയിൽ. അതായത് കേജ്രിവാൾ എന്ന പേര് പറയുന്നില്ല, സിസോദിയ അടക്കമുള്ളവർ ചേർന്നൊരു, സിസോദിയുടെ പേര് പറയുന്നു, കേജ്രിവാളിന്റെ മന്ത്രിസഭ മദ്യ കുംഭകോണം നടത്തുന്നു എന്നൊരു പരാതി ദില്ലി ലഫ്റ്റനന്റ് ഗവർണർക്ക് കോൺഗ്രസ്സുകാർ നൽകുന്നു. അതിനെ തുടർന്ന് കോൺഗ്രസ് ഒരു വലിയ പ്രക്ഷോഭം നയിക്കുന്നു. അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കണം, അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണം, ഇ.ഡി അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ് പ്രക്ഷോഭം തുടങ്ങുന്നു. അപ്പോഴും ബി ജെ പിക്കാർക്ക് ഇതിന്റെ ഡെപ്ത് മനസ്സിലാഭാവം നടിക്കുന്നില്ല, കാരണം അവർക്ക് ഇത് മനസ്സിലാകുന്നില്ല എന്താ സംഭവം എന്നുള്ളത്. പക്ഷെ അതിനുശേഷം പിന്നീട് ഇതിനെക്കുറിച്ച് ഒരു അനക്കവും ഉണ്ടാകുന്നില്ല. ഏതാ ഈ പരാതി കോൺഗ്രസ് ആണ് ഇത് കൊണ്ടിരുന്നത്, ബി ജെ പിക്കാരല്ല. മദ്യ കുംഭകോണത്തിന്റെ അഴിമതിയുടെ കാര്യങ്ങൾ പുറത്തുകൊണ്ടിരുന്നത് കോൺഗ്രസ് തന്നെയാണ്. കാരണം കോൺഗ്രസ് ദില്ലി പിടിച്ചേ മതിയാകൂ എന്നൊരു ഘട്ടത്തിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. അങ്ങനെ അവർ കൊണ്ടുവരുന്നു. പിന്നീട് ഈ ഇതിനെക്കുറിച്ച് യാതൊരു അനക്കവുമില്ല. പക്ഷെ നമുക്കറിയാം ഈ ബി ജെ പിയുടെ ലഫ്റ്റനന്റ് ഗവർണർമാരൊക്കെ ഉണ്ട്, കാശ്മീരിലായാലും ദില്ലിയിലായാലും ഒക്കെ അവർ കുറച്ച് മിടുക്കന്മാരായിരിക്കും, കാരണം ഭയങ്കര ഒരു തന്ത്രശാലികളായി. അവിടുത്തെ ഗവർണറാണ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഇതിലൊരു അന്വേഷണം പ്രഖ്യാപിക്കുകയാണ്. ഗവർണർ ഇതിനകത്തൊരു അന്വേഷണം നടക്കട്ടെ എന്നുള്ളത്. ആ അന്വേഷണം എത്തി നിൽക്കുന്നത് നമ്മുടെ തെലങ്കാന അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കെ കവിതയിലേക്കാണ്. പതിവ് പോലെ എല്ലാ തട്ടിപ്പിലും ഒരു മലയാളി ഉണ്ടെന്ന് പറയുന്നത് ഇതിനകത്തും ഒരു മലയാളി ഉണ്ട്, അത് സന്തോഷ് നായർ എന്നുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ആണ് ഈ മദ്യ കമ്പനിയുടെ ഇടനിലക്കാരനായിരുന്നത്. അങ്ങനെ കവിതയുമായി ബന്ധപ്പെട്ടൊരു കേസാണ്. അങ്ങനെ കവിതയെ പിടികൂടുന്നു, ചോദ്യം ചെയ്യുന്നു. കവിതയിൽ നിന്ന് ബി ജെ പിക്ക് സംഭവിച്ചില്ലെങ്കിൽ ഈ ചോദ്യം ചെയ്തവർക്ക് കിട്ടിയത് ഒരു വലിയ നിധിയായിരുന്നു എന്ന് തന്നെ പറയാം. കാരണം അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മിയുടെ മുഖമാണെങ്കിൽ ആം ആദ്മിയുടെ ബ്രെയിൻ ആയിട്ട് ഒരാളുണ്ട്. അതായത് ആം ആദ്മി എന്ന് പറയുന്ന പാർട്ടിയുടെ ബ്രെയിൻ, അതായത് കേജ്രിവാൾ പോയാൽ അടുത്തത് വരാനിരിക്കുന്ന ഒരാൾ, 27 വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ആള്, സിസോദിയെ മനീഷ് സിസോദിയ. ഇതോടുകൂടി കേജ്രിവാളിന്റെ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ ബ്രെയിൻ തകരുകയാണ് ചെയ്തത്. ഇത് വീണ് കിട്ടിയ ഒരു ചാൻസ്. അതായത് പിടിക്കാൻ ഉന്നമിട്ടിരുന്നത് കേജ്രിവാളാണ്. കാരണം നമുക്കറിയാം ഈ അരവിന്ദ് കെജ്രിവാളിനെ പോലെ ഉള്ള ഒരാൾ, അയാളെയൊക്കെ അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ രാജ്യത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. അപ്പൊ അറസ്റ്റ് വെറുതെ ചെയ്യാൻ കഴിയില്ല, മുഴുവൻ തെളിവുകളും ശേഖരിച്ചതിന് ശേഷം മാത്രമേ അറസ്റ്റ് ചെയ്യാനോ മറ്റോ നടക്കുള്ളൂ. അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ ഇവർക്കൊരു ടാർഗറ്റ് അല്ലായിരുന്നു. കവിതയെ പിടിച്ചു വരുന്നു, മനീഷ് സിസോദിയ കൂടെ വന്ന് മനീഷ് സിസോദിയ വരുമ്പോൾ സ്വാഭാവികമായി ആ ഭരണത്തിന്റെ തലവനെന്ന നിലയിൽ കേജ്രിവാൾ ഇതിൽ കുറ്റക്കാരനാണ്. അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന കാര്യമാണ്.
ഇവിടേക്കാണ് കേജ്രിവാളിന്റെ ഇതിലേക്ക് കഥ മാറുന്നത്. ഇവിടെയാണ് പിന്നീട് ബി ജെ പി അത് ഏറ്റെടുത്തു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഈ അരവിന്ദ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ദില്ലിയിലുള്ള കോൺഗ്രസ് നേതാക്കൾ ഞങ്ങളാണ് ഇതിന്റെ പിന്നിൽ, ഞങ്ങളുടെ പരാതിയാണ്, ഞങ്ങളാണ് ഈ അഴിമതി കൊണ്ടുവന്നത് എന്നും പറഞ്ഞ് അഭിനന്ദിച്ചുകൊണ്ട് ഇ ഡിക്കും സി ബി ഐക്കും ഒക്കെ അഭിനന്ദന പോസ്റ്റുകൾ ഇട്ടവരാ കോൺഗ്രസ്സുകാർ. പിന്നീട് എന്ത് പറ്റി? ഇത് ട്വിസ്റ്റ് ചെയ്യുന്നു. ഇനി ഇവിടെയാണ് മറ്റൊരു കാര്യം, ഇവിടെയാണ് ഞാൻ ഈ നരേന്ദ്രമോദിയും ബി ജെ പി ഒക്കെ നമിച്ചു പോകുന്ന ഒരു സന്ദർഭമാണ് ഇനി വരാൻ പോകുന്നത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ അരവിന്ദ് കേജ്രിവാളിനെതിരെ ഉള്ള തെളിവുകളൊക്കെ ഇവർ ശേഖരിച്ചതിന് ശേഷം എന്ത് ചെയ്യണം എന്നുള്ളൊരു ചോദ്യം, അതായത് ഇലക്ഷൻ മൂർധന്യാവസ്ഥയിൽ വെക്കുന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതായത് തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ ഒരു ഭരണാധികാരിയും തന്റെ എതിരാളിക്ക് തന്നെ അടിക്കാനുള്ള വടി വെച്ച് കൊടുക്കില്ല. ഇപ്പൊ നമ്മൾ പിണറായി വിജയൻ കേരളത്തിൽ ഭരിക്കുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ 5 6 ഇല്ല 10 ദിവസം ഉള്ളപ്പോൾ ഒരിക്കലും പ്രതിപക്ഷ നേതാവിനെ ഒക്കെ അകത്തിടില്ല. കാരണം ഇത് ട്വിസ്റ്റ് ആയി പോകും, ഇത് വികാരം എതിരായി പോകും. അതുകൊണ്ട് ഒരു ഭരണാധികാരികളും അത് ചെയ്യില്ല. ഇവിടെ അരവിന്ദ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ള, അതായത് എല്ലാവരുടെയും ശ്രദ്ധ ഒന്നും ആലോചിക്കണം. ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി 2 3 മാസക്കാലം നിരന്തരം പ്രചരണം നടത്തുകയാണ് പല വിഷയങ്ങളും. ആ പ്രചരണം എല്ലാം മുങ്ങിപ്പോവും ഒരു അറസ്റ്റോട് കൂടി തന്നെ. ഒപ്പം തന്നെ അരവിന്ദ് കേജ്രിവാൾ ജാമ്യം നേടിയാൽ അതോടുകൂടി ചീറ്റി ഈ പിടിക്കുന്നവരെല്ലാവരും. അങ്ങനെ അതായത് നൂലുമേലുള്ള കളി, ഇല്ലെങ്കിൽ എന്താണ് പറയുന്നത്, വലിയ അപകടകരമായ ഒരു കളി എന്ന് തന്നെ പറയാം. അങ്ങനെ ഇരിക്കുമ്പോൾ എന്തു പറ്റി? എല്ലാ മാധ്യമ ശ്രദ്ധകളും, ഇത് മനുഷ്യന് അറിയാവുന്നതാണ്, ഈ റീസെന്റ് നടന്ന കാര്യമാണ്, 2014 നടന്ന കാര്യമാണ്. എല്ലാ മാധ്യമങ്ങളുടെ ശ്രദ്ധ എങ്ങോട്ടാണ് പോയത്? അരവിന്ദ് കേജ്രിവാളിനെ ഇന്ന് അറസ്റ്റ് ചെയ്യും, വൈകിട്ട് അറസ്റ്റ് ചെയ്യും, നാളെ അറസ്റ്റ് ചെയ്യും, നമ്മളും കൊടുത്തിട്ടുണ്ട്. അതേ രീതിയിലേക്ക് അരവിന്ദ് കേജ്രിവാളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. അരവിന്ദ് കേജ്രിവാളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോഴും കോൺഗ്രസ് മിണ്ടിയിട്ടില്ല. ദില്ലിയിലുള്ള കോൺഗ്രസ് നേതാക്കളടക്കം പ്രതികൾ അകത്ത് പോകേണ്ടവരാണ്, ഞങ്ങൾ കൊണ്ടെന്നാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നവരാണ്. പെട്ടെന്ന് തന്നെ ഇലക്ഷന് വളരെ കുറച്ച് ദിവസം ഉള്ളപ്പോൾ അരവിന്ദ് കേജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. അരവിന്ദ് കേജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ റിലീസ് ചെയ്യുന്നു. അദ്ദേഹത്തിന് കുറച്ച് അധികം ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു. അതിനുശേഷം അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നു. റിലീസ് അല്ല, ജാമ്യം കിട്ടും, ബെയില് കിട്ടുന്നു. ജാമ്യം കിട്ടി അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ അന്നേരം INDA മുന്നണിയുണ്ട്, ഇന്ത്യ മുന്നണി നോക്കുമ്പോൾ ഒരു ലോട്ടറിയാണ് അടിച്ചിരിക്കുന്നത്. കാരണം കേജ്രിവാളിനെ കൊണ്ടുവന്ന് എല്ലായിടത്തും പ്രചരണം നടത്തിയാൽ സംഭവം ക്ലിക്കാവും. അങ്ങനെ മഹാരാഷ്ട്രയിൽ കേജ്രിവാൾ വരുന്നു, അങ്ങനെ മറ്റിടങ്ങളിലൊക്കെ കേജ്രിവാൾ പ്രചരണത്തിന് ഇറങ്ങുന്നു. അപ്പോൾ കോൺഗ്രസ്സുകാർ നയം തിരുത്തി, കേജ്രിവാളിനെ അകാരണമായി ദ്രോഹിക്കുന്നു എന്ന് പറയുന്നു. ഇപ്പോഴും കോൺഗ്രസ്സുകാർ അത് പറയുന്നില്ല, കാരണം അരവിന്ദ് കേജ്രിവാളിനെതിരെ മത്സരിക്കുന്നത് കോൺഗ്രസ് ആണ് ദില്ലിയിൽ. അവർ ആ ഒരു നിലപാട് അന്നെടുത്തു. അതിനുശേഷം സംഭവിച്ചത്, അരവിന്ദ് കേജ്രിവാൾ പിന്നെയും ജയിലിലേക്ക് പോവുകയും സിസോദിയ ജയിലിലാകുകയും ചെയ്തതോടെ ആം ആദ്മി പാർട്ടിക്കകത്ത് വളരെ കാലം ഉണ്ടായിരുന്ന ആഭ്യന്തര കലാപം ഒന്ന് ചൂടുപിടിച്ചു. അതിനു മുമ്പ് തന്നെ പഞ്ചാബിലടക്കം അവരുടെ ആഭ്യന്തര കലാപം ചൂടുപിടിച്ചിരുന്നു. അങ്ങനെ ചൂടുപിടിക്കുകയും അവിടത്തേക്ക് അരവിന്ദ് കേജ്രിവാളിന്റെ ഭാര്യ അതിഷി, അതുപോലെ തന്നെ മാലതി സൾവ എന്ന് പറയുന്ന ഒരു നേതാവ്, ഇവരെല്ലാം കൂടി രംഗത്ത് വരുന്നു. ഇവർ തമ്മിലുള്ള അടിയും പിടിയുമായി. കേജ്രിവാളിന്റെ ഭാര്യ മുഖ്യമന്ത്രി ആകുമെന്ന് പറയുന്നു. മറ്റവർ BJP-യിലേക്ക് പോയി, മാലതി എന്ന് പറയുന്നവർ BJP-യിലേക്ക് പോകുന്നു. നമ്മുടെ അതിഷി മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നു. ഇതോടുകൂടി തന്നെ ഏതാണ്ട് കേജ്രിവാൾ ഈ BJP-ക്ക് അതൊരു വലിയ മേൽക്കൈ. ഇതിനോടൊപ്പം തന്നെ അരവിന്ദ് കേജ്രിവാളിന്റെ വാഗ്ദാനങ്ങൾ പലതും പാലിച്ചിട്ടില്ല എന്നൊരു മുദ്രാവാക്യം കൂടെ BJP കൊണ്ടുവന്നു. പക്ഷെ എനിക്ക് കൗതുകം തോന്നിയ ഒരു കാര്യം, നമ്മുടെ ഒരു ദില്ലി പോലെ 63% മധ്യവർഗമുള്ള വിദ്യാസമ്പന്നരായ ഒരു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം നമ്മുടെയൊക്കെ നാടുകളിൽ പണ്ട് നടന്നതുപോലെയുള്ള ബൂത്തുപിടുത്തം, ധനുഷ് തന്നെയാണ് ഇന്നലെ വാർത്ത ചെയ്തെന്ന് തോന്നുന്നു, ബുർക്കയൊക്കെ ഇട്ട് കള്ളവോട്ട് ചെയ്യാൻ ബൂത്തുപിടുത്തം, അതുപോലെ തന്നെ യമുനയിൽ വിഷം കലർത്ത്, കുംഭമേള, പിന്നെ ഈ അങ്ങനെ പോയി കാര്യങ്ങൾ. പക്ഷെ ഈ തെരഞ്ഞെടുപ്പില് ഈ അഴിമതി വിഷയം, കേജ്രിവാളിന്റെ അഴിമതി വിഷയം ഉയർത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് കോൺഗ്രസ് മാത്രമാണ്. കോൺഗ്രസും അവിടെ മത്സരിക്കുന്നുണ്ട് ദില്ലിയിൽ. കാരണം കോൺഗ്രസ് മാത്രമാണ് അയാൾ അഴിമതിക്കാരാണെന്ന്. എനിക്ക് തോന്നുന്നത് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസ്താവന, അധികാരമേറ്റപ്പോൾ അരവിന്ദ് കേജ്രിവാൾ വാഗണാർ കാറിലായിരുന്നു വന്നത്, ഇന്ന് എവിടെ വാഗണാർ കാർ എന്ന് പറഞ്ഞിട്ടൊരു പ്രചരണം. ബാക്കി ആരും അഴിമതി പറഞ്ഞില്ല. ഈ കേജ്രിവാളിന്റെ ഈ വാഗ്ദാന ലംഘനങ്ങളെ കുറിച്ചായിരുന്നു BJP ഒക്കെ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് പിന്നീട് യമുനയിൽ വിഷം കലർത്തിയ കാര്യം, ഒപ്പം തന്നെ അങ്ങനെ പോയി ഒരുപാട് കാര്യങ്ങൾ പോയി. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ്, അതായത് BJP-ക്ക് ഒരു പുതുജീവൻ നൽകിയത് കോൺഗ്രസ് നടത്തിയ ഒരു നീക്കമായിരുന്നു. ആ നീക്കത്തിൽ ഒന്നാമത്തെ കാര്യം, BJP-യെ സംബന്ധിച്ച് അവിടെ ഗ്രൂപ്പ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവരുടെ മിഷണറിയും സംഘടനാ പാഠവും ശക്തമാണ് ദില്ലിയിൽ. അപ്പൊ അവർക്ക് ഇതൊരു സ്വിച്ചിട്ട് എന്താ, കാരണം അവരിങ്ങനെ നിശ്ചലമായി ഇരിക്കുന്നിടത്താണ് ഇവർക്കൊരു ബമ്പർ അടിക്കുന്നത്, ലോട്ടറി അടിക്കുന്നത്, ഈ മധ്യ കുംഭകോണം. അതിൽ അവർ പിടിച്ചു കയറുകയും കൃത്യമായി തന്നെ നീങ്ങുകയും ഇവരെ ഒന്നൊന്നായി അകത്താക്കി ജനങ്ങളുടെ മുമ്പിൽ ഇവർ അഴിമതിക്കാരാണെന്ന് പ്രൂവ് ചെയ്യിക്കുന്നതിൽ അവർ വിജയിച്ചു എന്നുള്ളത് തന്നെയാണ്.
അത് മാത്രവുമല്ല, ഈ പ്രതിപക്ഷ പാർട്ടികൾ അന്ന് ഇലക്ഷൻ ടൈം ആയതുകൊണ്ട് മാത്രമാണ് കേജ്രിവാളിന്റെ കൂടെ നിന്നത് എന്നിപ്പോ വ്യക്തമായിരിക്കുന്നു. കാരണം കേജ്രിവാളിന് വേണ്ടി വോട്ട് പിടിക്കാൻ മമത എത്തിയില്ല, സമാജ്വാദി പാർട്ടി എത്തിയില്ല, രാഹുൽ ഗാന്ധി ഇപ്പോൾ എതിർപക്ഷത്ത് നിന്ന് മത്സരിക്കുന്നു. അങ്ങനെ പോയി. ആ ഒരു താൽക്കാലിക ഇതിന് വേണ്ടിയിട്ടായിരുന്നു. ഇതാണ് ഈ ഡൽഹി തെരഞ്ഞെടുപ്പ് നടന്നത്. പിന്നെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇന്നലെ എനിക്ക് തോന്നുന്നത് 11ഓളം എക്സിറ്റ് പോളുകൾ വന്നു, അതിൽ 9 BJP ഭരിക്കുമെന്നാണ് പറയുന്നത്. എന്നിരുന്നാൽ പോലും ഭരിക്കുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല എങ്കിൽ പോലും ഈ ഇഞ്ചോടിഞ്ചൊരു മത്സരം കാഴ്ചവെക്കാൻ BJPക്ക് കഴിഞ്ഞു. കഴിഞ്ഞ തവണത്തെ എക്സിറ്റ് പോളിലും അന്ന് സർവേ നടത്തിയവർ പറഞ്ഞത് എഡ്ജ് ആം ആദ്മിക്കാണ്, ആം ആദ്മി ഭരിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അവരുടെ കണക്കൂട്ടൽ തെറ്റിച്ചത് 2015 പ്രവചനങ്ങളായിരുന്നു. ഏതായാലും അതാണ് ഇപ്പോൾ നടന്ന ഈ പ്രചരണ രംഗത്ത് കണ്ട ഒരു പ്രധാന കാര്യം. ഇനി നമുക്ക് ഈ എക്സിറ്റ് പോളുകൾ ഇപ്പോ എത്രത്തോളം വിശ്വസിക്കാം എന്നുള്ളൊരു ചോദ്യമില്ലേ? അതായത് ഈ 11-ൽ 9 BJP ജയിക്കും എന്ന് പറയുമ്പോൾ BJP തോൽക്കാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നാണ് പല ആൾക്കാരും പറയുന്നത്. കാരണം എക്സിറ്റ് പോളുകൾ നമ്മൾ കുറേ കാണുന്നു, അതെല്ലാം പൊട്ടിപ്പാളീസാവുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പം നരേന്ദ്രമോദിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോളുകൾ എന്താണ് പറഞ്ഞത്? 2024 മോദിക്ക് 350 സീറ്റുകൾ വരെ പ്രവചിച്ച ആൾക്കാരുണ്ട്. ചില ആൾക്കാർ 400-നോട് അടുപ്പിച്ച് പ്രവചിച്ചു, ഒന്നും നടന്നില്ല. അത് കഴിഞ്ഞ് വന്ന് സകല എക്സിറ്റ് പോളുകളും കേരളത്തിലെ മാധ്യമങ്ങളടക്കം അത് കണ്ട് രോമാഞ്ചകഞ്ചുകിതമായിരുന്ന ഒരു എക്സിറ്റ് പോളാണ് ഹരിയാന തെരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോള്. അവിടെ BJP തകർന്നടിയുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അവിടെ BJPക്ക് വമ്പൻ വിജയം. ഇനി അടുത്ത എക്സിറ്റ് പോളിന്റെ ഫലം ഇതാണ്. അതായത് ഡൽഹി തെരഞ്ഞെടുപ്പിൽ BJPക്ക് 45 സീറ്റ്, 35 സീറ്റ്, കെജ്രിവാൾ തോക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എക്സിറ്റ് പോളുകൾ പോട്ടെ, അപ്പൊ ഫരീദ സത്താ ബസാറിന്റെ ഒരു വലിയ ഒരു പ്രവചനമൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കെജ്രിവാളിനെ ഭീകരമായിട്ട് പിടിച്ച് കുലുക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. കെജ്രിവാളിന് ആ സട്ടാ ബസാറിൽ, അതായത് വാതുവയ്പ് ബസാറിൽ കെജ്രിവാളിന് ഇട്ടിരിക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ 120 പൈസയാണ്. കെജ്രിവാളിന്റെ വാതുവയ്പ് പൈസ വെറും 120 പൈസ. അപ്പോ അതൊക്കെ ഇങ്ങനെ പ്രവചിക്കുന്നുണ്ട്. ഈ എക്സിറ്റ് പോളുകൾ ഒരു തെറ്റുന്ന കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അത് നമുക്ക് മുഖവിലേക്കെടുക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? റിസൾട്ട് വരുമ്പോ ജയിച്ചാ പറയാൻ ജയിച്ചു എന്ന്. അല്ല, തെറ്റുന്നതാണ്. ഈ അടുത്ത കാലത്തൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഹരിയാന തെരഞ്ഞെടുപ്പിൽ തെറ്റുപറ്റി, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് തെറ്റുപറ്റി, ജാർഖണ്ഡിൽ തെറ്റുപറ്റി. അവര് പ്രവചിച്ച ഫലങ്ങൾ എങ്ങും വിജയം കണ്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലായിടത്തും പൊട്ടി. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ചും അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചും വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ BJP വീണ്ടും പരാജയപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന അവരുടെ ക്രൗഡ് പുള്ളറായ അവരുടെ ഒരു ലീഡർക്ക് അതൊരു വലിയ ക്ഷീണം തന്നെയായിരിക്കും. കാരണം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പോലും ദില്ലി തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു പ്രചരണം പ്രതിപക്ഷം ഉയർത്തിവിടും. അത് ആ നരേറ്റീവ് ഇവിടുത്തെ മറ്റ് കേന്ദ്രത്തെ എതിർക്കുന്നവരെല്ലാം കൂടെ എടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം നരേന്ദ്രമോദി ഇത്തവണ വളരെ ആക്റ്റീവായിട്ട് തന്നെ ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റാലികളിലും മറ്റുമൊക്കെ പങ്കെടുക്കുന്ന ഒരു കാഴ്ചയുണ്ട്. മോദി നയിക്കുന്നു എന്നാണ് ചില ദേശീയ മാധ്യമങ്ങൾ തന്നെ തലക്കെട്ടും നൽകിയിരുന്നത്. അത് ഒരു കാര്യം. കാരണം ഇനി ഒരു മടങ്ങി വരവ് വലിയ പ്രയാസകരമായിരിക്കും BJP. മടങ്ങി വരവുണ്ടാകും, പക്ഷെ ഉടൻ. കാരണം ഈ 27 വർഷമായി പുറത്തിരിക്കുന്നു. കാരണം ദില്ലി ഭരിച്ചിരുന്ന ഒരു പാർട്ടിയാണ്, അനവധി നേതാക്കളെ സംഭാവന ചെയ്തൊരു പാർട്ടിയാണ്. അവിടെയാണ് അവർ ഇതിന്റെ പ്രശ്നം. അങ്ങനെ ഒരു പരാജയമാണ് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ സംസ്ഥാന കമ്മിറ്റി, ദില്ലി നിയമസഭ BJPയുടെ സംസ്ഥാന കമ്മിറ്റി തന്നെ പൂർണ്ണമായി പിരിച്ചുവിടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതൊന്ന്. ഇനി അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിയാണ് പരാജയപ്പെടുന്നതെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന്റെ പടിയിറക്കം തുടങ്ങിയെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അപ്രതീക്ഷിതമായി രാഷ്ട്രീയത്തിൽ വന്ന ഒരാളാണ് അരവിന്ദ് കെജ്രിവാൾ. പക്ഷെ അദ്ദേഹം വന്നതിന് ശേഷം അരവിന്ദ് കെജ്രിവാൾ എന്ന ഒരൊറ്റ ബ്രാൻഡിൽ ഈ രാജ്യത്തെ മുഴുവൻ കോൺസെൻട്രേഷനും, ഇല്ലെ രാജ്യത്തെ ജനങ്ങളുടെ ശ്രദ്ധ മുഴുവൻ തന്നിലേക്ക് കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞ ഒരു നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ. ആം ആദ്മി എന്ന് പറഞ്ഞാൽ അവരുടെ ചിഹ്നം ചൂലാണ്. പക്ഷെ നമുക്ക് ഓർമ്മ വരുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ മുഖമാണ്. കാരണം ആം ആദ്മി എന്നാൽ അരവിന്ദ് കെജ്രിവാൾ ആണ് എന്നൊരു ധാരണ പരത്താൻ ഈ അരവിന്ദ് കെജ്രിവാളിന്റെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞു. ചിഹ്നം ചൂലാണെന്ന് പറഞ്ഞിട്ട് അത് കാണുമ്പോ അരവിന്ദ് കെജ്രിവാളിന്റെ അങ്ങനല്ല. നമ്മളിപ്പോ അങ്ങനല്ല. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കൈപ്പത്തി നമ്മുടെ മുമ്പിലേക്ക് തെളിഞ്ഞു വരും. CPM അരിവാൾ ചുറ്റി തെളിഞ്ഞു വരും. ആം ആദ്മി എന്ന് പറഞ്ഞാൽ ചിഹ്നം തെളിഞ്ഞു വന്നില്ലെങ്കിലും സാധാരണപ്പെട്ടവന് ഒരു അരവിന്ദ് കെജ്രിവാളിന്റെ മുഖം ഓർമ്മ വരും. അപ്പോ അദ്ദേഹത്തിന്, അതായത് സമാജ്വാദി പാർട്ടിക്കോ മമതാ ബാനർജിക്കോ കഴിയാത്ത ഒരു നേട്ടമാണ് ചുരുങ്ങിയ കാലം കൊണ്ട് അരവിന്ദ് കെജ്രിവാൾ ഉണ്ടാക്കിയത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തിനു പറയുന്നു? ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരണ രംഗത്ത് BJPയെ കെട്ടിയിട്ട് വെള്ളം കുടിപ്പിക്കാൻ അരവിന്ദ് കെജ്രിവാളിന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഒരു സംസ്ഥാനത്തും നൽകാൻ കഴിയാത്ത രീതിയിലുള്ള വാഗ്ദാന പെരുമഴയാണ് BJP ദില്ലിയിൽ കെട്ടഴിച്ചു വിട്ടത്. ഒരു സംസ്ഥാനത്ത് അവരങ്ങനെ വാഗ്ദാനം കൊടുത്തിട്ടില്ല. ഗർഭിണിക്ക് 21,000 രൂപ, കല്യാണം കഴിക്കാൻ പോകുന്ന യുവതികൾക്ക് 50,000 രൂപ, 2,500 രൂപ പെൻഷൻ അവരേതെങ്കിലും സംസ്ഥാനത്ത് അത് കൊടുത്തിരുന്നു? ഇതിനെതിരായിരുന്നു നിർമ്മലാ സീതാരാമനും നരേന്ദ്രമോദിയൊക്കെ റാലികളിൽ പറഞ്ഞു കോൺഗ്രസ് ഇതുപോലെയുള്ള വാഗ്ദാനങ്ങൾ കൊടുത്ത്
പെട്ടുപോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ കാണുന്ന വാർത്ത, കർണാടകയിലെ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ തകർന്നടിഞ്ഞു. അവിടെ സൗജന്യ യാത്ര അനുവദിച്ചതാണ് പ്രശ്നമായത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ പറഞ്ഞു സൗജന്യ യാത്ര, തകർന്നടിഞ്ഞു. ഹിമാചൽ പ്രദേശിൽ സ്ത്രീകള് കോൺഗ്രസിന്റെ ഓഫീസ്, അവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഓഫീസും തല്ലി തകർത്തു. സൗജന്യ വൈദ്യുതി കൊടുക്കാന്ന് പറഞ്ഞ് കൊടുത്തില്ല, കാരണം ഇല്ല. അപ്പൊ ഇതിനെതിരായിട്ടുള്ള ഒരു പാർട്ടിക്ക് ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ പ്രഖ്യാപിക്കേണ്ടി വന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അവിടെ ആം ആദ്മി പാർട്ടി ശക്തമായതുകൊണ്ട് തന്നെയാണ്. മറ്റൊന്ന്, ഏറ്റവും അവസാനം ബി ജെ പി ഇറക്കിയ പൂഴിക്കടകനായിരുന്നു 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ടാക്സ് വേണ്ട എന്നുള്ളത്. അത് ബി ജെ പിയുടെ ഒരു വലിയ പൂഴിക്കടകാണ്. ഇതെല്ലാം ചെയ്തത് അവർ ദില്ലിയെ ലാക്കാക്കി തന്നെയാണ്. അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല, ചുരുങ്ങിയ കാലം കൊണ്ട് നമ്മുടെ രാജ്യത്തിലെ ഒരു നിർണായകമായ നിലയിലേക്ക് വളർന്നു വന്ന രാഷ്ട്രീയ നേതാവാണ്. ദില്ലിക്ക് പുറമെ അവർ പഞ്ചാബ് കൂടി പിടിച്ചെടുത്തു. നമുക്കറിയാം പ്രാദേശിക പാർട്ടികൾ അനവധിയുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. ആ പാർട്ടികൾക്കൊന്നും കഴിയാത്തൊരു നേട്ടമാണ് അരവിന്ദ് കെജ്രിവാൾ തുടങ്ങി വെച്ചത്. 2015 മുതൽ 2025 വരെ നീളുന്ന ആ ഒരു കാലയളവിൽ അദ്ദേഹം തുടങ്ങി വെച്ചത് ആ ഒരു നീക്കമായിരുന്നു. അവർക്ക് പലയിടത്തും MLA മാരുണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നു, ബി ജെ പിയുടെ ശക്തികേന്ദ്രമായ ഗുജറാത്തിൽ പോലും അവർക്ക് മത്സരിക്കുകയും കുറച്ചൊക്കെ വോട്ടുകൾ നേടാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. പഞ്ചാബിൽ അവർക്ക് ഭരണം പിടിക്കാൻ കഴിഞ്ഞു എന്നൊക്കെ ഉള്ളതാണ് അവരുടെ വലിയ നേട്ടം. എല്ലായിടത്തും മത്സരിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയെ ആം ആദ്മി പതുക്കെ വളരുകയായിരുന്നു. ഈ നേട്ടം ഇന്ത്യയിലെ ശക്തരായ പ്രതിപക്ഷ നേതാക്കൾ എന്ന് പറയുന്ന മമതാ ബാനർജിക്കോ ഇല്ല എങ്കിൽ സ്റ്റാലിനോ ഇല്ല എങ്കിൽ സമാജ്വാദി പാർട്ടിക്കോ ഒന്നും അവകാശപ്പെടാൻ കഴിയില്ല. കാരണം ദില്ലിക്ക് പുറമെ മറ്റൊരു സംസ്ഥാനം കൂടി അവർ ഭരിക്കുന്നു. CPM-ന് പോലും ഇന്ത്യയിൽ ഒരു സംസ്ഥാനമേ ഉള്ളൂ, കേരളം. അവരൊരു നാഷണൽ പാർട്ടിയാണ്, എന്നിട്ട് പോലും. അപ്പൊ അങ്ങനെയുള്ള ഒരു അധികായം ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അരവിന്ദ് കെജ്രിവാൾ വീണ്ടും തോൽക്കുകയും ആണെങ്കിൽ ആം ആദ്മി പാർട്ടിയിൽ വലിയ രീതിയിലുള്ള കലാപം ഉണ്ടാകും. അത് മാത്രവുമല്ല, BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല, അവർക്കൊരു 10 സീറ്റിന്റെ കുറവാണ് എങ്കിൽ അവർ ഉറപ്പായിട്ട് ഭരിക്കുകയും ചെയ്യും. കാരണം അതിന്റെ ഒരു സൂചനയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. 8 MLA മാരാണ് ആം ആദ്മിയിൽ നിന്ന് BJPയിലേക്ക് ജോയിൻ ചെയ്തത്. അതൊരു സൂചനയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ 36 സീറ്റ് വേണം. ഒറ്റയ്ക്ക് ഭരിക്കാൻ ഭൂരിപക്ഷം ഇല്ല എങ്കിൽ ഉറപ്പായിട്ടും ആം ആദ്മി പാർട്ടിയുടെ ഒരു വലിയ വിഭാഗത്തിൽ ചാക്കിട്ട് മറിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പൊ അത് മാത്രവുമല്ല, പഞ്ചാബിൽ അരവിന്ദ് കെജ്രിവാള് അല്ലെങ്കിൽ ആം ആദ്മി ദില്ലിയിൽ തോറ്റാൽ പഞ്ചാബിൽ അത് പ്രതിഫലിക്കും. പഞ്ചാബില് ഇപ്പോൾ ചത്തു കിടക്കുന്ന കോൺഗ്രസിന് അത് വലിയ നേട്ടമാണ്. ഒരുപക്ഷെ ഈ ആം ആദ്മി പാർട്ടി ഒരു പിളർപ്പിലേക്ക് പോവുകയാണെങ്കിൽ പഞ്ചാബിൽ കോൺഗ്രസും ഈ പിളരുന്ന വിഭാഗവും ചേർന്നുകൊണ്ട് പഞ്ചാബിൽ കോൺഗ്രസിന്റെ ഭരണം വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. BJPക്ക് പഞ്ചാബിൽ പ്രത്യേകിച്ച് റോളുകളൊന്നും തന്നെ ഇല്ല. അവരോട് ആകെ കൂടാൻ പറ്റുന്ന ഒരു പാർട്ടി ശിരോമണി അകാലിദളാണ്. അവരും ഇവരും കൂടെ കൂടിയാൽ പോലും ഭരിക്കുന്നതിന്റെ പോയിട്ട് 7 അയലത്ത് എത്തത്തില്ല. അപ്പൊ പിന്നെ അവർക്കത് വലിയ പ്രയാസകരമായ ഒരു കാര്യമാണ്. അപ്പോ ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയുടെ പതനത്തിന്റെ ഒരു ഭാഗമായി അത് മാറും. മറ്റൊന്ന്, ഖാലിസ്ഥാൻ ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകൾക്ക് അത് വലിയൊരു തിരിച്ചടിയാകും. കാരണം ദില്ലിയിലെ കർഷക സമരങ്ങളുടെ ചുക്കാൻ പിടിച്ചിരുന്നത് അരവിന്ദ് കെജ്രിവാളാണ്. അരവിന്ദ് കെജ്രിവാളിലൂടെയാണ് ഇത് ലോകത്തെമ്പാടും ഇതിന്റെ പ്രചരണത്തിന്റെ ഒരു വലിയ ഇത് മുമ്പോട്ട് പോയത്. പന്നു തന്നെ ഒരിക്കൽ പറയുണ്ടായി, ഞാൻ 130 കോടി രൂപ അരവിന്ദ് കെജ്രിവാളിന് ഇലക്ഷൻ ഫണ്ട് ചെയ്തെന്ന്. ഗുർബീന്ദർ സിംഗ് പന്നു ഉണ്ടല്ലോ, സിഖ് ഫോർ ജസ്റ്റിസിന്റെ തലവൻ ഖാലിസ്ഥാനി. അപ്പൊ ആ ഒരു സാഹചര്യമൊക്കെ വന്നു. അപ്പം ഖാലിസ്ഥാൻ പോലുള്ള സംഘടനകൾക്ക്, ഈ കർഷക സമരത്തിന്റെ മറവിൽ നടക്കുന്ന പേക്കൂത്തരങ്ങൾക്ക് ഇതിനെല്ലാം ഒരു അറുതി അതോടുകൂടി വരുന്നു. അത് പഞ്ചാബിനെ സാരമായി തന്നെ ബാധിക്കും. പഞ്ചാബിൽ നിലവിൽ കേൾക്കുന്ന വാർത്തകൾ, കുറച്ചാൾ മുമ്പ് കേട്ടിരുന്ന വാർത്തകൾ, ഈ ഭഗവത് സിംഗ് മാനും അരവിന്ദ് കെജ്രിവാളും തമ്മിൽ അത്ര നല്ല സുഖത്തിലല്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അവിടെയും എന്തെങ്കിലും സംഭവിച്ചാൽ അതും കോൺഗ്രസിന് നേട്ടമാകും. അതായത് ദില്ലിയിലെ പരാജയം, അരവിന്ദ് കെജ്രിവാളിന്റെ പരാജയം BJPക്ക് ദില്ലി സേഫ് ആക്കുക എന്നുള്ള ഒരു വലിയ ഒരു സമ്മാനം കിട്ടും. ഒപ്പം തന്നെ കർഷക സമരം പോലെയുള്ള ഇത് കണക്ക് എന്താ പറയുന്നത് ഉള്ള സമരങ്ങളും കുഴിതുരപ്പന്മാരെയും ഒക്കെ പൂർണ്ണമായി അടച്ചു കെട്ടാൻ പറ്റും. ദില്ലിയിലെ കൂടെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് ഈ സമരങ്ങളൊക്കെ അങ്ങോട്ടൊക്കെ കയറി വരുന്നത്. അതിന് അവർക്ക് പറ്റും. കോൺഗ്രസിനെ സംബന്ധിച്ച് നേട്ടമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ആം ആദ്മി പാർട്ടി തകരുകയാണെങ്കിൽ അതിന്റെ ഒരു ഇമ്പാക്ട് പഞ്ചാബിൽ ഉണ്ടാകും. ഉടനെ ഉണ്ടായില്ലെങ്കിൽ പതുക്കെ ഉണ്ടാകും. കോൺഗ്രസിന് അത് പുതുജീവൻ നൽകും. അവരൊരു പക്ഷെ അവിടെ ഭരണത്തിലേക്ക് വീണ്ടും, അതായത് ആം ആദ്മി പാർട്ടി ഒരു പീസിനെ അടർത്തിയെടുത്തുകൊണ്ട് വരാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും BJP സംബന്ധിച്ചും കേജ്രിവാളിനെ സംബന്ധിച്ചും നിർണായകമാണ്. BJP തോറ്റു കഴിഞ്ഞാൽ ഒരുപക്ഷെ നരേന്ദ്രമോദിയുടെ 3ാം ടേമിലേക്ക് എത്തുമ്പോൾ മോദി പ്രഭാവത്തിന് അത് മങ്ങലേൽക്കുക തന്നെ ചെയ്യും. മറ്റ് കേജ്രിവാൾ ആണെങ്കിൽ അത് എന്നേക്കുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പടിയിറക്കത്തിന്റെ ആരംഭമാവുകയും ചെയ്യും. ഓക്കെ, അപ്പോ ഡൽഹി തെരഞ്ഞെടുപ്പിൽ ഇനി റിസൾട്ട് വരാനാണ് ബാക്കിയുള്ളത്. കേജ്രിവാൾ തോക്കും എന്നാണ് പല ആൾക്കാരും പറയുന്നത്. 8-ാം തീയതി പെട്ടി തുറക്കുമ്പോഴറിയാം ആരൊക്കെ പൊട്ടും ആരൊക്കെ വിജയിക്കും എന്നുള്ളത്. എല്ലാവരും അരയും തലയും മുറുക്കി ഇരിക്കുകയാണ്, കാരണം ആഘോഷിക്കാനായിട്ട്. ഞാൻ ഈ
ഇതിവിടെ എവിടെയോ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ ഈ അപ്രതീക്ഷിതമായിട്ട് ഈ കോൺഗ്രസ്, ബിജുട്ടനാണോ കഥ എന്നോട് പറഞ്ഞിട്ടുള്ളത്, കോൺഗ്രസ് വാങ്ങിച്ചത് കാവി ലഡുവായി പോയി, പക്ഷെ വിജയിച്ചത് BJP ആണ്. അങ്ങനെ കോൺഗ്രസിന്റെ ഹരിയാന, കറക്റ്റ്. ഹരിയാനയിൽ എക്സിറ്റ് പോളുകളൊക്കെ കണ്ടിട്ട് ഈ കോൺഗ്രസ് ലഡു വാങ്ങിച്ചോണ്ട് വന്നു. അപ്പൊ ലഡു കാവി ലഡു ആയി പോയി. അതേ അവർക്ക് കിട്ടിയുള്ളൂ. ഒരു ത്രിവർണ്ണ പതാകയുടെ ലഡു ആണല്ലോ അവര് വാങ്ങിക്കുന്നത്. അപ്പൊ അത് പിന്നീട് വിജയിച്ചത് അപ്രതീക്ഷിതമായിട്ട് BJP ആയിപ്പോയി. കാരണം കേന്ദ്രത്തിൽ ഉണ്ടായിരുന്ന സകല പ്രതിഷേധങ്ങളുടെയും ഒരു സെന്റർ പോയിന്റ് ഹരിയാനയായിരുന്നല്ലോ. കർഷക സമരം, മറ്റേ അഗ്നിപത്ത് ആയിരുന്നാലും അങ്ങനെ എല്ലാത്തിന്റെ, ഗുസ്തി താരങ്ങളുടെ സമരം. അപ്പൊ ഉറപ്പായിട്ടും വിജയം പ്രതീക്ഷിച്ചിരുന്നതാണ്. അപ്പോ അവസാനം BJP വിജയിച്ചപ്പോ ഈ ലഡുവിന്റെ പകുതി പൈസ തന്നാ മതി ഞങ്ങൾക്ക്, ഈ ലഡു നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും എന്തായാലും കോമഡികളൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം. താങ്ക് യു വിജേട്ടാ, താങ്ക് യു സോ മച്ച്.